എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് യൂണിഫോം സിവിൽ കോഡിനെതിരെ ഒരു സമ്മേളനം നടത്തി, ഒരു യോഗം ചേർന്നു. ആ യോഗം ചേർന്നപ്പോ നിങ്ങളെ കർണാടകയിലൊക്കെ വന്നിട്ട് സുന്നത്തമാത്ത് പറയുന്ന ഒരു വിഭാഗമുണ്ട്. വലിയ താടി വെച്ചിട്ട് ഞങ്ങളാ സുന്നികൾ, മുറത്തിന് ഞങ്ങളാ സുന്നികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, നമ്മളെ സഹോദരിമാരെ പോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറയുന്ന ആളുകൾ. അവർ ആ മീറ്റിംഗിന് വന്നില്ല. പിറ്റേന്ന് പത്രക്കാർ ചോദിച്ചു, മുസ്ലിങ്ങളൊക്കെ കൂടിയല്ലോ, മുസ്ലിം നേതാക്കളൊക്കെ മീറ്റിംഗ് ചേർന്നപ്പോ നിങ്ങൾ എന്തേ വരാത്തത്? അപ്പൊ ഈ നേതാവ് പറഞ്ഞു, ഞങ്ങളെ വേണ്ട പോലെ വിളിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഫോൺ ചെയ്തതാണ്, കത്ത് തന്നിട്ടില്ല, ഫോൺ ചെയ്തിട്ടേ ഉള്ളൂ, കത്ത് തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ തറവാട് കത്തുമ്പോ ഒരു മോനിങ്ങനെ നോക്കിക്കാണ്, ബാക്കി മക്കളൊക്കെ കൂടിയിട്ട് വെള്ളം എടുത്ത് ഒഴിക്കുന്നുണ്ട്. ഈ മോനോട് നാട്ടുകാർ ചോദിച്ച്, നിന്റെ വീടല്ലേ കത്തുന്നത്, എന്തേ വെള്ളം ഒഴിക്കാത്തത്? എന്നോട് മറ്റോരൊന്നും പറഞ്ഞിട്ടില്ല. അവനവന്റെ വീട് കത്തുമ്പോ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കി. എന്തൊരു അപഹാസ്യമാണ് ഈ വിഭാഗത്തെ നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ശരീഅത്ത് വിവാദ കാലത്ത് 1986 കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ ഷംസുൽ ഉലമ മറ്റു നേതാക്കളോടൊപ്പം സ്റ്റേജിൽ ഇരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ വിഭാഗം സമസ്തയിൽ ഇറങ്ങിപ്പോയത്. ശരീഅത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി എല്ലാവരുമായി ഒറ്റക്കെട്ടായി പോകണമെന്ന് സമസ്ത പറഞ്ഞത് അതാണ്. ഷംസുൽ ഉലമ പറഞ്ഞു, ശരീഅത്ത് സംരക്ഷിക്കാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കണം, ഒന്നിച്ചു നിൽക്കണം. കൈ മീത്ത കെട്ടണോ താഴെ കെട്ടണോ എന്നല്ല, കൈ കെട്ടാൻ പറ്റുമോ ഇല്ലേ എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്ന് CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞിരുന്നു. എന്നതുപോലെ ഈ രാജ്യത്ത് മുസ്ലിമായിട്ട് നിന്നാൽ മാത്രമേ സുന്നി മുജാഹിദ് ഉണ്ടാവുള്ളൂ. മുസ്ലിം ഇല്ലെങ്കിൽ പിന്നെ എന്ത് സുന്നി, മുസ്ലിം ഇല്ലെങ്കിൽ എന്ത് മുജാഹിദ്? അതുകൊണ്ട് ശരീഅത്തിന്റെ പ്രശ്നം വരുമ്പോ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, ഒന്നിച്ചു നിന്നിട്ട് പോരാടണം. ഈ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യം യൂണിഫോം സിവിൽ കോഡിന് എതിരാണെന്ന് ഗവൺമെന്റിന്റെ മുമ്പിൽ തെളിയിക്കേണ്ട ബാധ്യത ആർക്കാ? നമ്മളെല്ലാവരുടെ ബാധ്യതയാ. സമസ്ത അതാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം സമൂഹത്തിന്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തി. നമ്മൾ ഈ യൂണിഫോം സിവിൽ കോഡിന്റെ ചർച്ച വരുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഭരണഘടന നിർമ്മാണ സമിതിയിൽ ഇത് ചർച്ചക്ക് വന്നിരുന്നു. എങ്ങനെയാ ചർച്ചക്ക് വന്നത്? ഒരു വിഭാഗം പറഞ്ഞു രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് വേണം, വേറൊരു വിഭാഗം പറഞ്ഞു അങ്ങനെ ഒരു യൂണിഫോം സിവിൽ കോഡ് ഈ രാജ്യത്ത് ആവശ്യമില്ല. ഈ ചർച്ചയിൽ ഇടപെട്ട് മുസ്ലിം നേതാക്കളായിട്ടുള്ള അന്നത്തെ ഭരണഘടന നിർമ്മാണ സഭയിലെ മുസ്ലിം നേതാക്കളായിട്ടുള്ള ആളുകൾ അവർ ചർച്ചയിൽ ഇടപെട്ടു. അവര് പറഞ്ഞു, യൂണിഫോം സിവിൽ കോഡ് രാജ്യത്ത് വരികയാണെങ്കിൽ, അങ്ങനെ ഒരു നിയമം വരികയാണെങ്കിൽ മുസ്ലിങ്ങളടക്കം രാജ്യത്ത് സ്വന്തമായിട്ട് നിയമമുള്ള, പേഴ്സണൽ നിയമമുള്ള ആളുകൾക്ക് അവരുടെ നിയമം അനുസരിച്ച് പോകാൻ ഒരു സ്വാതന്ത്ര്യമാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമാണ്. ഇങ്ങനെ ചർച്ച മൂത്തു. രണ്ടു ഭാഗത്തും ഭയങ്കര സംവാദം നടന്നു. ഈ സംവാദത്തിൽ ഇടപെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ചെയർമാൻ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ ഒരു വാക്കുണ്ട്. അംബേദ്കർ എന്താ പറഞ്ഞത്? ഈ ചർച്ചയിൽ ഇടപെട്ടു. ഒരു ഭാഗത്ത് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന ചർച്ച, മറുഭാഗത്ത് അങ്ങനെ വേണ്ട എന്ന് പറയുന്നവർ, വേണമെങ്കിൽ തന്നെ അവനവന്റെ വിശ്വാസം സംരക്ഷിക്കാനുള്ള ഒരു അവകാശം വേണം എന്ന് പറയുന്ന ഒരു വിഭാഗം. അതിനിടയിൽ അംബേദ്കർ നിന്നു. അംബേദ്കർ ഒരു മധ്യസ്ഥനെ പോലെ പറഞ്ഞു. എന്താ പറഞ്ഞത്? സോവറിറ്റി ഈസ് ഓൾവേസ് ലിമിറ്റഡ്. ഈ അധികാരം എന്ന് പറയുന്നത് അതിനൊരു പരിധിയുണ്ട്. അധികാരത്തിനൊരു പരിധിയുണ്ട്. നോ ഗവൺമെന്റ് ക്യാൻ എക്സൈസ് ഇറ്റ്സ് പവർ ഇൻ സച്ച് എ മാനർ ആസ് ടു പ്രൊവോക്ക് ദി മുസ്ലിം കമ്മ്യൂണിറ്റി. മുസ്ലിം സമൂഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഒരു നിയമം കൊണ്ടുവരാൻ ഇവിടത്തെ ഒരു ഗവൺമെന്റിനും സാധ്യമല്ല. നോ ഗവൺമെന്റ് ക്യാൻ, ഒരു ഗവൺമെന്റിനും സാധ്യമല്ല. ആരാ പറഞ്ഞത്? അംബേദ്കറുടെ വാക്കുകളാ. അംബേദ്കർ പറഞ്ഞു, നോ ഗവൺമെന്റ് ക്യാൻ എക്സൈസ് ഇറ്റ്സ് പവർ ഇൻ സച്ച് എ മാനർ ആസ് ടു പ്രൊവോക്ക് ദി മുസ്ലിം കമ്മ്യൂണിറ്റി. എന്നിട്ട് പറഞ്ഞു, ഐ തിങ്ക് ഇറ്റ് വുഡ് ബി എ മാഡ് ഗവൺമെന്റ്. ഞാൻ മനസ്സിലാക്കുകയാണ്, അങ്ങനെ ഒരു ഗവൺമെന്റ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസി സമൂഹത്തിന്റെ അവരുടെ വിശ്വാസത്തെ പരിഗണിക്കാതെ, അവരുടെ വേദന കാണാതെ
അവരുടെ പ്രശ്നം പരിഹരിക്കാതെ മുന്നോട്ട് വന്നാൽ ഇറ്റ് വുഡ് ബി എ മാഡ് ഗവൺമെന്റ്. അതൊരു ഭ്രാന്തൻ ഗവൺമെന്റ് ആയിരിക്കും, ഒരു ഭ്രാന്തൻ ഗവൺമെന്റ് ആയിരിക്കും. ആരുടെ വാക്ക? ഞാൻ പറയുന്നതല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചെയർമാൻ BR അംബേദ്കർ പറഞ്ഞതാ. ഈ വലിയ പുരുഷാരത്തിന്റെ മുമ്പിൽ വെച്ച് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളോട് ഓർമ്മപ്പെടുത്തട്ടെ, ഒരു നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ നിയമത്തെ പറ്റി ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്ത് ചർച്ചയാണ് നടന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം, ഒന്ന് വായിച്ചു നോക്കണം. സമയം കിട്ടും.